നയൻസ് ടോക്കിലേക്ക് സ്വാഗതം. അലീനയെ കാണാൻ സ്റ്റാൻലിയുടെ വീട്ടിൽ പോയി മടങ്ങിയെത്തിയ വൈജയന്തി വല്ലാത്ത നിരാശയിലും ദേഷ്യത്തിലുമാണ്. വൈജയന്തിക്ക് എങ്ങനെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു സമാധാനം കിട്ടുന്നില്ലായിരുന്നു. എന്നാൽ ഇതേ സമയം മടങ്ങിയെത്തിയപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരോടും തനിക്ക് അതിനുള്ള മറുപടിയും കൊടുക്കേണ്ടി വന്നിരുന്നില്ല. അതുകൂടി ആലോചിച്ചിട്ടായിരുന്നു വൈജയന്തി തിരിച്ചെത്തിയത്. കാരണം എന്തെന്നാൽ ഇവിടെ നിന്നും പോയപ്പോൾ മുതൽ ബാലചന്ദ്രനും ഗംഗേട്ടനുമെല്ലാം പറഞ്ഞിരുന്നല്ലോ, ഒരിക്കലും തനിക്ക് അലീനയെ അവിടെ ചെന്ന് കാണാൻ സാധിക്കില്ലെന്നും ബാലചന്ദ്രൻ തൻ്റെ മുമ്പിലേക്ക് അലീനയെ എത്തിക്കില്ലെന്നും. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ താൻ നാണം കേട്ടാണ് തിരിച്ചു വന്നതെന്ന് വൈജയ്ക്ക് അവരെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആരുമില്ലാതിരുന്നത് തനിക്ക് ഏറെ ആശ്വാസമായി വൈജയന്തിക്ക് തോന്നി. എന്നാൽ അധികം വൈകാതെ തന്നെ ബാലചന്ദ്രൻ കടകളെല്ലാം അടച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. ബാലചന്ദ്രൻ്റെ വരവ് കണ്ടതോടെ വൈജയന്തിക്ക് വീണ്ടും വല്ലാത്തൊരു ടെൻഷൻ ഫീൽ ചെയ്തു തുടങ്ങിയിരുന്നു. കാരണം എന്താണ് തന്നോടിനി ചോദിക്കാൻ പോകുന്നതെന്നും താൻ അതിനെങ്ങനെ മറുപടി നൽകണമെന്നും വൈജയന്തിക്ക് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. ബാലചന്ദ്രനോടൊപ്പം തന്നെ കൃഷ്ണമോളും ബബിതയും കൂടെ വന്നിരുന്നു. അവർ കോളേജ് വിട്ട് വന്നതിന് ശേഷം അച്ഛൻ്റെ ഒപ്പം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാണ് വരുന്നത്. കൃഷ്ണമോള് തന്നോട് ചിരിച്ചുകൊണ്ടാണ് അകത്തേക്ക് കടന്നു വന്നത്. എന്നാൽ ബബിതയ്ക്ക് തന്നോട് എന്തെന്നില്ലാത്തൊരു ഭാവമുണ്ടെന്ന് വൈജയ്ക്ക് മനസ്സിലായിരുന്നു. അതെന്താണെന്ന് മാത്രം വൈജയ്ക്ക് മനസ്സിലാവുന്നില്ല. കാരണം അലീന തനിക്ക് ആരെന്ന സത്യം ബബിതയെ ഇപ്പോൾ അറിയിക്കേണ്ടെന്നായിരുന്നു ഗംഗേട്ടൻ തന്നോട് പോയപ്പോൾ പറഞ്ഞിരുന്നത്. ഇനി അതെന്തെങ്കിലും ഇവൾ അറിഞ്ഞോ എന്നൊരു ചെറിയ ഒരു ടെൻഷൻ ഉള്ളിൽ തോന്നിയെങ്കിലും വൈജ അത് കണക്കാക്കാൻ നിന്നില്ല. കൃഷ്ണമോള് വന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ എപ്പോഴാണ് തിരിച്ചെത്തിയേ, വന്നപ്പോൾ അമ്മ എന്താ വിളിക്കാതിരുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാണ് വിളിക്കുന്നത്, ഞാൻ വന്നിട്ട് കുറച്ച് സമയമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, നിങ്ങളെന്തായാലും അച്ഛൻ്റെ ഒപ്പം ഷോപ്പിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നതെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അമ്മയുടെ മനസ്സിൽ ഈ പറഞ്ഞ ഒരു കാര്യവും പോയിട്ടുണ്ടായിരുന്നില്ല കൃഷ്ണമോളെ, അമ്മ മറ്റൊരു ലോകത്താണ്, അമ്മയുടെ ബോഡി മാത്രമേ ഇവിടെയുള്ളൂ, അമ്മയുടെ മനസ്സ് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. ഇത് കേട്ട വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളാരെയും ബുദ്ധിമുട്ടിക്കാനായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത്, നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടെ എന്നെല്ലാം വൈജ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് പറയാൻ തോന്നുന്നതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, നിനക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിനക്കിവിടെ നിന്ന് മാറിപ്പോകാം, അല്ലാതെ നിന്നെ പേടിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാതെ ഒന്നും ഇരിക്കില്ല വൈജേ. അവർ തമ്മിലുള്ള സംസാരം തുടങ്ങിയപ്പോൾ തന്നെ കൃഷ്ണമോള് അകത്തേക്ക് കയറി പോവുകയാണ്. ബാലചന്ദ്രനും തൻ്റെ റൂമിലേക്ക് പോകാനായി സ്റ്റെപ്പ് കയറി ഒരു 2-3 സ്റ്റെപ്പ് കയറുമ്പോഴാണ് ബാലചന്ദ്രന് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, താനൊന്നും ചോദിച്ചില്ലല്ലോ പോയ കാര്യത്തെക്കുറിച്ച് എന്ന്. എന്തോ ചിന്തിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ തിരിച്ചിറങ്ങി വന്നിട്ട് വൈജയോട് ചോദിക്കുന്നുണ്ട്, അല്ല വൈജയ്, പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി തന്നെ നടന്നു കാണുമല്ലേ, ആ മുഖത്തത് ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചോദിക്കാതിരുന്നത്, പിന്നെന്തിനാ ഇപ്പോൾ ഒരു ചോദ്യം, എന്നെ കളിയാക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നതല്ലേ എൻ്റെ മുമ്പിലേക്ക് അവളെ നിർത്തി തരില്ലെന്ന്, കാലം അത് അധികം വൈകാതെ തന്നെ തെളിയിച്ചു തരും, പെറ്റ അമ്മയുടെ വയറിനാണോ അതോ മറ്റുള്ളവരോട് വാശി തീർക്കാൻ വേണ്ടി മാത്രം അച്ചമ്പട്ടം ചമയുന്നവർക്കാണോ വിലയെന്ന് അധികം വൈകാതെ തന്നെ ഞാനത് തെളിയിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി തൻ്റെ റൂമിലേക്ക് നടന്നു പോവുകയാണ്. ബാലചന്ദ്രൻ റൂമിൽ ചെന്നതിന് ശേഷം അലീനയെ വിളിക്കുന്നുണ്ട്. അലീനയോട് ബാലചന്ദ്രൻ ഇന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇവിടെ അവർ രണ്ടാളും ഇല്ലാത്ത സമയത്തായിരുന്നു അമ്മയുടെ വരവ്. ഇവിടുത്തെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൻറ്റി ചെന്നാണ് ഡോറ് തുറന്നു കൊടുത്തതൊക്കെ, പക്ഷേ അകത്തേക്കൊന്നും കയറാനായി ആൻറ്റി സമ്മതിച്ചിരുന്നില്ല. പോയപ്പോൾ തന്നെ സ്റ്റാൻലി ചായൻ പറഞ്ഞിട്ടാണ് അച്ഛാ പോയത്, ആര് വന്നാലും എന്നെ കാണിക്കണ്ട, എന്നെ വിളിക്കണ്ട എന്നൊക്കെ.
പിന്നെ അച്ഛനും എന്നോട് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അതിന് നിന്നില്ല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് അവർ വന്നു. പിന്നെ ഇവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അമ്മയും വളരെ ദേഷ്യത്തിൽ തന്നെയായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു സ്റ്റാൻലി ചായനും സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ അലീനയോട് ബാലചന്ദ്രൻ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ആരാന്ന് മനസ്സിലായില്ല? സ്റ്റാൻലി ചായനോ? നീ എന്തൊക്കെയാടി പെണ്ണേ ഈ പറയുന്നത്? എനിക്ക് അങ്ങനെ ഒരു അടുപ്പം തോന്നുന്നില്ല അച്ഛാ. പപ്പ എന്നോ അങ്ങനെയൊന്നും വിളിക്കാൻ എനിക്ക് തോന്നാത്തത് കൊണ്ടാണ്. എന്നെ ആരും നിർബന്ധിക്കരുത്. എനിക്ക് തോന്നുമ്പോൾ ഞാൻ വിളിച്ചോളാം. അയ്യോ, അതിന് ഞാൻ നിന്നോട് വിളിക്കാനൊന്നും പറയുന്നില്ലടി. ഞാൻ നിൻ്റെ സംസാരം കേട്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ അലീന, അച്ഛനൊരു കാര്യം ചോദിച്ചാൽ അച്ഛനോട് മോള് സത്യം പറയുമോ? എന്താ അച്ഛാ? അച്ഛനോട് ഞാൻ കള്ളം പറയുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അച്ഛൻ എന്താണെങ്കിലും എന്നോട് ചോദിച്ചോ. ഇവിടെ ഇന്ന് വന്നതിന് ശേഷം വൈജയും ഞാനും ചെറിയ രീതിയിൽ ഒന്നും രണ്ടുമൊക്കെ പറഞ്ഞു. അപ്പോൾ വൈജ എന്നെ ഒന്ന് വെല്ലുവിളിക്കുകയുണ്ടായി. വൈജ എന്നോട് പറയുകയാണ്, എനിക്ക് അവൾ കാണിച്ചു തരാമെന്ന്. പെറ്റ വയറിനാണോ കാപട്യം കാണിച്ച് സ്നേഹം നടിച്ച് കാണിക്കുന്ന അച്ചമ്പട്ടം ചമയുന്നവർക്കാണോ വിലയെന്ന്. നിനക്ക് എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ മറ്റുള്ളവരോട് വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ സ്നേഹിക്കുന്നതെന്ന്? എന്താ അച്ഛ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അച്ഛൻ എന്നോട് വാശി തീർക്കാൻ ആണ് സ്നേഹിക്കുന്നതെന്ന് അമ്മ പറഞ്ഞോ? അത് അമ്മയ്ക്ക് മാത്രം തോന്നുന്ന കാര്യമല്ലേ അച്ഛാ? എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. അച്ഛൻ എന്തിനാ മറ്റുള്ളവരുടെ തോന്നലുകൾ എടുക്കുന്നത്? അച്ഛൻ എന്നോട് ഇന്ന് രാവിലെ വിളിച്ച് പറഞ്ഞു, അമ്മ വരും, അമ്മയുടെ മുമ്പിൽ ചെന്ന് നിൽക്കരുത്, അമ്മയെ കാണാനായിട്ട് അനുവദിക്കണ്ട എന്നൊക്കെ. അത് അച്ഛൻ പറഞ്ഞ ആ വാക്ക് അതേപോലെ ഞാൻ അനുസരിച്ചില്ലേ അച്ഛാ? അമ്മ ആ പറഞ്ഞ വാക്കിൽ ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല അച്ഛാ. പെറ്റ വയറിനേക്കാളും എന്തുകൊണ്ടും കർമ്മം കൊണ്ട് എനിക്കെൻ്റെ അച്ഛൻ തന്നെയാണ് വലുത്. അച്ഛൻ അങ്ങനെയൊന്നും മനസ്സിലോർത്ത് വിഷമിച്ച് നടക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അലീന ബാലചന്ദ്രനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ബാലചന്ദ്രനോട് അലീന പറയുന്നുണ്ട്, അച്ഛൻ കോള് കട്ട് ചെയ്തോ, പോയി സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ. അച്ഛൻ പറയുന്നതാണ് എനിക്ക് ഈ ലോകത്തിപ്പോൾ ഏറ്റവും വലിയ വാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അലീന കോള് കട്ട് ചെയ്യാണ്. അലീന അത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രനും ചെറിയൊരു സമാധാനം തോന്നുന്നുണ്ട്. കാരണം വൈജ അങ്ങനെ പറഞ്ഞപ്പോൾ താൻ അങ്ങനെയാണോ അലീനയെ കാണുന്നതെന്ന് അലീനയ്ക്കും കൂടി തോന്നുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ച് വല്ലാത്തൊരു വിഷമം ബാലചന്ദ്രൻ്റെ മനസ്സിലും കടന്നുകൂടിയിരുന്നു. ഇതേ സമയം ബബിതയെ കാണിക്കുന്നുണ്ട്. ബബിതയ്ക്ക് ഇവിടെ നടക്കുന്നതിൻ്റെ യഥാർത്ഥമായ സത്യം എന്താണെന്ന് ഒന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ മറ്റൊരു ലോകത്താണല്ലോ. പക്ഷേ അമ്മയുടെ പെരുമാറ്റത്തിലും സംസാര രീതിയിലുമെല്ലാം മാറ്റം കണ്ടതോടെ ബബിതയ്ക്ക് വല്ലാത്ത സംശയം തോന്നുന്നുണ്ട്. അമ്മ ഇന്ന് രാവിലെ തന്നെ ആരോടും പറയാതെ എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക? എന്നാൽ അമ്മ പോയത് എവിടേക്കാണെന്ന് ഗംഗാധര വല്യച്ഛനും അച്ഛനുമൊക്കെ അറിയാം. പക്ഷെ അവരാരും ഒന്നും പറയുന്നില്ലെന്ന് മാത്രം. എന്നെല്ലാം ആലോചിച്ച് ബബിത ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ബബിത മനസ്സുകൊണ്ട് ആലോചിക്കുകയാണ്, എല്ലാത്തിനും തന്നോടൊപ്പം കൂട്ടുനിന്നിട്ടുള്ള ഒരാളാണ് തൻ്റെ അമ്മ. അമ്മ പറഞ്ഞൊരു വാക്കിൻ്റെ പുറത്തായിരുന്നു ഞാൻ അന്ന് അലീനയ്ക്ക് ആ പോയിസൺ കൊടുക്കാനുണ്ടായ കാരണവും. എന്നാലിപ്പോൾ അതിൻ്റെ എല്ലാം കഥാഗതി തന്നെ മാറിയിരിക്കുന്നു. ഇപ്പോൾ അമ്മ അവരുടെ ഭാഗം ചേർന്ന പോലെ. എന്നാൽ അച്ഛനും അമ്മയും സംസാരിക്കുന്നില്ല താനും. അമ്മയോട് തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് ചോദിച്ചറിഞ്ഞാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ബബിത അമ്മയുടെ റൂമിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ അമ്മ എന്തോ ഒരു ഡയറിയും എന്തോ ആൽബവും ഒക്കെ എടുത്ത് നോക്കുന്നത് ബബിത കാണുന്നുണ്ട്. എന്നാൽ തന്നെ കണ്ട പാടെ തന്നെ അമ്മ അതെടുത്ത് മറച്ച് വയ്ക്കുന്നുമുണ്ട്. അപ്പോൾ ബബിതയ്ക്ക് അതെന്താന്ന് പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കുന്നില്ല. എന്തോ അമ്മ വായിച്ചു കൊണ്ടിരിക്കുന്നു. താൻ വന്നപ്പോൾ അമ്മ അത് മടക്കി വെച്ചു. ബബിത കയറി വന്ന ഉടനെ തന്നെ വൈജയോട് ചോദിക്കുന്നുണ്ട്, അമ്മ തിരക്കിലാണോ? എനിക്ക് അമ്മയോട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വൈജ ചോദിക്കുകയാണ്, നിനക്കെന്തിനാ എന്നോട് സംസാരിക്കാൻ ഒരു മുഖവുര? അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഞാൻ തിരക്കാണെങ്കിലും അല്ലെങ്കിലും നിനക്ക് എന്നോട് പറയാനുള്ളത് പറയാലോ. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞേ എന്ന് ബബിതയോട് കുറച്ച് ഗൗരവത്തിൽ തന്നെ വൈജ സംസാരിക്കുകയാണ്. അപ്പോൾ ബബിത അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ
ഒരുപാട് കാര്യങ്ങൾ അമ്മയോട് എനിക്ക് ചോദിക്കാനുണ്ട്. എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സംശയങ്ങളും കിടക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിൽ ആരോട് ചോദിച്ചാലും എനിക്കൊരു മറുപടി കൃത്യമായിട്ട് കിട്ടില്ല. എല്ലാവരും തള്ളിക്കളഞ്ഞിട്ടിരിക്കുന്ന ഒരാൾ തന്നെയാണല്ലോ ഞാൻ. അത് കുഴപ്പമില്ല, അതെന്തായാലും ഞാൻ വിട്ട് കളഞ്ഞിരിക്കുന്ന ഒരു കേസാണ്. പക്ഷേ ഇന്ന് രാവിലെ അമ്മ എവിടെ പോയിരുന്നു എന്ന് എനിക്ക് സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ. അമ്മ അതെന്നോട് പറയുകയും ചെയ്യണം. ഒരു കള്ളം പറഞ്ഞ് അമ്മ ഒഴിഞ്ഞു മാറാമെന്ന് അമ്മ വിചാരിക്കേണ്ട. വൈജയന്തിയുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ടെൻഷൻ ഇങ്ങനെ കയറി വരുന്നുണ്ട്. കാരണം ബബിതയ്ക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് അലീന. അപ്പോൾ തൻ്റെ ചേച്ചിയാണ്, തൻ്റെ തന്നെപ്പോലെ തന്നെ തൻ്റെ അമ്മ പ്രസവിച്ച മറ്റൊരു മകളാണ് അലീന എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇവൾ പ്രതികരിക്കുക എന്ന് ആലോചിച്ചിട്ട് വല്ലാത്തൊരു ടെൻഷൻ തോന്നുന്നുണ്ട്. പക്ഷേ വൈജ എന്തെങ്കിലും പറഞ്ഞൊഴിഞ്ഞു മാറാമെന്ന രീതിയിൽ ബബിതയോട് പറയുകയാണ്, നിങ്ങൾ എവിടെയെല്ലാം പോകുന്നത് എന്നോട് പറഞ്ഞിട്ടാണോ? നീ കോളേജിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നീ എവിടേക്കോ പോയി കറങ്ങി അടിച്ച് വരികയാണെന്നൊക്കെ ഞാൻ പലപ്പോഴായിട്ട് മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ടുണ്ടല്ലോ. അമ്മ ആരിൽ നിന്നാണ് അതെല്ലാം കേട്ടിട്ടുണ്ടാവുക എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അമ്മയോട് അവളും പലപ്പോഴായിട്ട് പറയുന്നത് ഞാനും കേട്ടിട്ടുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല, അവളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയെപ്പോലെ ആവരുത് എന്നൊക്കെ. അമ്മയെപ്പോലെ ആയാൽ എന്താ കുഴപ്പം? എൻ്റെ അമ്മയെപ്പോലെ എനിക്കാവുന്നതിൽ ഞാൻ എന്തിനാണ് അവളുടെ സമ്മതം മേടിക്കുന്നത്? എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ വേണ്ടെന്ന് വിചാരിച്ച് എൻ്റേതായ കാര്യങ്ങൾ നോക്കി നടക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഞാൻ അമ്മയോട് ചോദിച്ച് വരാതിരിക്കുന്നത്. അത് വിട്ടേക്ക്, എന്നോട് ഇത് പറയൂ അമ്മ എങ്ങോട്ടാണ് ഇന്ന് രാവിലെ തന്നെ അമ്മ പോയത്? നീ എന്താ എന്നെ ഒരുമാതിരി ചോദ്യം ചെയ്യുന്ന പോലെ? ഇത്രയും കാലം നിന്നോടൊക്കെ സമ്മതം മേടിച്ചിട്ടാണോ ഞാൻ എവിടേക്കെങ്കിലും പോയിരുന്നത്? പിന്നെന്താ ഇപ്പം മാത്രം അങ്ങനെ ഒരു ചോദ്യവും പറച്ചിലും ഒക്കെ? ഒന്ന് മാറിപ്പോടി വേണേ അവിടുന്ന്. എന്നോടൊക്കെ പറഞ്ഞിട്ട് വേണമല്ലോ എനിക്കെൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ. ഇതിൽ അമ്മ ഈ പറയുന്നതിലും ഒഴിഞ്ഞു മാറുന്നതിലും തന്നെ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും അമ്മനോട് ചോദിക്കുന്നത്, അമ്മ എവിടേക്കാണ്, എന്തിനാണ് പോയതെന്ന്. അമ്മയ്ക്ക് അത് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എടി, ഞാൻ ബാങ്കിൽ ഒരു കസ്റ്റമറെ കാണാൻ പോയതാണ്. അതിനിപ്പോൾ എന്താണ്? അമ്മ മര്യാദക്ക് ഡ്യൂട്ടിയിൽ പോലും കയറി തുടങ്ങിയിട്ടില്ല. അമ്മ എങ്ങനെയാണ് കസ്റ്റമറെ കാണാൻ പോകുന്നത്? എടി, അത് ബാങ്കിൽ നിന്നും വിളിച്ച് പറഞ്ഞതാണ് ഞാൻ തന്നെ പോയി കാണേണ്ട കേസാണെന്ന്. മെഡിക്കൽ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന അമ്മയാണോ അവർ അർജൻറ്റ് കസ്റ്റമറെ കാണാനൊക്കെ പറഞ്ഞു വിടുന്നത്? എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത്? അമ്മ പറയുമ്പോൾ മറ്റുള്ളവർ വിശ്വസിക്കുന്ന രീതിയിലെങ്കിലും ഒന്ന് പറയാമോ? ഞാൻ ഇതെല്ലാം ചോദിച്ചറിയുന്നത് വേറൊന്നും കൊണ്ടല്ല. എൻ്റെ മനസ്സിൽ വല്ലാത്തൊരേ സംശയങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്നോട് തന്നെ വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരമ്മയുടെ മുമ്പിൽ വന്ന് നിന്ന് മകൾ ഇങ്ങനെ കെഞ്ചുന്നത്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കി എന്നോട് പെരുമാറിയ അത്രയും നല്ലതായിരുന്നു എന്നെല്ലാം ബബിത പറയുമ്പോൾ വൈജ അവളെ നിഷേധിക്കുന്ന രീതിയിൽ അവളോട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞു എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം നീ ആയിട്ടില്ല എന്ന്. ഇറങ്ങിപ്പോടി എൻ്റെ മുറിയിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. എന്നാൽ ബബിതയ്ക്കാണെങ്കിൽ ഇത് അറിയണം എന്നുള്ളൊരു വാശിയും സാമർഥ്യവും ഒക്കെ തോന്നുന്നുണ്ട്. എങ്കിലും താൻ ആരോടാണ് ചോദിക്കുക, എങ്ങനെയാണ് ചോദിക്കുക എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്നാൽ ബബിതയ്ക്ക് ചെറിയൊരു സംശയമുണ്ട്. കൃഷ്ണമോൾക്ക് എന്തൊക്കെയോ അറിയാം. അതുകൊണ്ട് തന്നെ അവൾ അത്രയ്ക്ക് ടെൻഷനിലുമല്ല. അവൾക്കെല്ലാം അറിയാം. അച്ഛൻ അവളോടെല്ലാം പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചേട്ടൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തു വന്നിട്ടും അവനോടിപ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്നേഹവും അനുസരണയുള്ള കുട്ടിയൊക്കെ ആയി മാറി. അപ്പോൾ എന്തുകൊണ്ടോ അവനോടും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവനെയെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കാം. കൃഷ്ണമോളോട് പറഞ്ഞാലും അവൾ തന്നോടൊന്നും പറയാൻ പോകുന്നില്ല. രോഹിത്താവുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതിക്കൊണ്ട് തന്നെ ബബിത രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷം ബബിതയുടെ കോള് കാണുന്ന രോഹിത്ത് പെട്ടെന്ന് ടെൻഷനിൽ എന്താണാവോ വീട്ടിൽ നിന്ന് ആണല്ലോ എന്ന് കരുതി രോഹിത്ത് പെട്ടെന്ന് തന്നെ കോൾ എടുക്കുമ്പോൾ ബബിതയാണെന്ന്. എന്താ ഈ സമയത്ത്?
അതെന്താ, എനിക്ക് നിന്നെ വിളിച്ചൂടെ? അല്ലെങ്കിൽ തന്നെ നീ ഈ സമയത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? എനിക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു ബബിതേ, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത്. നീ എന്താ വിളിച്ചത്, അത് പറഞ്ഞേ. ഒന്നുമില്ലടാ, നീ പോയിട്ട് പിന്നെ വിളിച്ചൊന്നുമില്ലല്ലോ. അപ്പം നിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ച് വിളിച്ചതാണ്. ഓ, എന്തൊരു സ്നേഹം! അതിനാണോ നീ ഈ നട്ടപ്പാതിരാക്ക് എന്നെ വിളിച്ചത്? പോയി കിടന്നുറങ്ങാൻ നോക്ക് ബബിതേ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് അവളെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ബബിത പറയുകയാണ്, എടാ, എനിക്കൊരു കാര്യം അറിയണമായിരുന്നു. അതൊന്ന് നീ എനിക്ക് ക്ലാരിഫൈ ചെയ്ത് തന്നാൽ മാത്രമേ ഇന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. കാരണം രാവിലെ തുടങ്ങി ഒരേ കാര്യങ്ങൾ ആലോചിച്ച് എനിക്ക് തല പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെന്നാണാവോ ഞാനിനി പറഞ്ഞു തരേണ്ടത് നിനക്ക്? എടാ, ഇന്ന് രാവിലെ അമ്മ ഊബർ ബുക്ക് ചെയ്ത് അമ്മ എവിടേക്കാണ് പോയത്? അമ്മ എന്നിട്ട് രാത്രി കുറച്ച് മുമ്പാണല്ലോ ഇവിടെ കയറി വരികയും ചെയ്തത്. അമ്മ എവിടേക്കാണ് പോയത്? നീ ഒന്ന് പറഞ്ഞേ. അത് കൊള്ളാം. നിനക്കെന്താ ബബിതേ, തലയ്ക്ക് വല്ല സുഖക്കുറവുണ്ടോ? നട്ടപ്പാതിരാക്ക് ഇവിടെ ബാംഗ്ലൂർ കിടക്കുന്ന എന്നെ വിളിച്ച് ചോദിക്കുകയാണ് അവളുടെ അടുത്തുണ്ടായ അമ്മ എവിടേക്കാണ് പോയതെന്ന്. നിനക്കെന്താ ബബിതേ? വല്ലാണ്ട് ഉരുണ്ട് കളിക്കരുത്. എനിക്ക് മാത്രമാണ് ഇതൊന്നും അറിയാത്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഞാൻ എന്താ നിങ്ങളോട് ചെയ്തത്? എന്തിനാ ഇങ്ങനെ ഒളിച്ച് കളിക്കുന്നേ? ഒന്ന് തന്നേ എന്താ ഉണ്ടായതെന്ന്. ബബിത, എനിക്കറിയില്ല. അമ്മയ്ക്ക് എവിടെ വേണമെങ്കിലും പോയിക്കൂടെ? അമ്മ ഇപ്പോൾ പഴയ അമ്മയുടെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് അമ്മ ഓക്കെയാണ്. പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ എവിടെ പോകുന്നതിലും നിൻ്റെ സമ്മതം മേടിക്കേണ്ട കാര്യമുണ്ടോ? അതൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വേറെ നടക്കുന്നുണ്ട്. ഞാൻ മാത്രമാണ് അറിയാത്തതായിട്ടുള്ളത്. മുത്തശ്ശിക്കും അറിയാം, കൃഷ്ണമോൾക്കും അറിയാം, നിനക്കും അറിയാം. എൻ്റെ പൊന്നു ബബിതേ, നീ ഈ ചോദിക്കുന്നത് എന്താണെന്ന് തന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എടാ, ആ അലീനയില്ലേ, ആ അലീനയെ ഇവിടെ നിന്നും വന്ന് കൊണ്ടുപോയല്ലോ അവളുടെ ആരോ. അവൾ പോയതിന് ശേഷം ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. അതിന് ശേഷമാണ് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു മാറ്റം ഉണ്ടായതും അമ്മ ഇന്ന് രാവിലെ ഇറങ്ങിപ്പോയതും ഒക്കെ. മനസ്സുകൊണ്ട് എന്നോട് ആരോ പറയുന്ന പോലെ അമ്മ അവളെ കാണാൻ പോയതാണെന്ന്. ആണെങ്കിൽ തന്നെ ഇപ്പം എന്താണ്, അവളെ ഒന്ന് കാണാൻ പോയാൽ നിനക്കെന്താ പ്രശ്നം? നീ ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടും വേറൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അത് തന്നെ നീ ദൈവത്തിനോട് നന്ദി പറ. ഓ, നീ പിന്നെ എല്ലാം തികഞ്ഞ മാന്യനാണല്ലോ. നീ ഒന്നും ഒപ്പിച്ചിട്ടുമില്ല. അതിനിപ്പോൾ അവൻ അതിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നത് അലീന ആയതുകൊണ്ട് ഇപ്പോൾ അവനും അവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുക. എല്ലാവരും കൂടി തലയിൽ കയറ്റി വെച്ച് എല്ലാവർക്കും ഇട്ട് പണിയപ്പോഴെങ്കിലും അവൾ തരും. നോക്കിയിരുന്നോ? മതി ബബിതയോ, ഒന്ന് നിർത്ത്. നീ ഒന്ന് പറഞ്ഞു തരാമോ എനിക്ക്? എന്ത് ദ്രോഹമാണ് ബബിതയെ എപ്പോഴെങ്കിലും അവൾ നമ്മളോട് ചെയ്തിട്ടുള്ളതെന്ന്? അലീന ചെയ്തു തന്ന ഒരു ദ്രോഹം നീ എനിക്ക് പറഞ്ഞതാ. അപ്പോൾ നീ ഈ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം. എൻ്റെ പൊന്നെ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? അലീനിപ്പം നിനക്ക് അത്രയ്ക്ക് ദൈവതുല്യായോ? അവൾ ഒന്നും ചെയ്തിട്ടില്ലേ നമ്മളോട്? അവൾ ഈ വീട്ടിൽ വന്ന് കയറിയതോടു കൂടിയല്ലേ നമ്മുടെ കുടുംബം ഇങ്ങനെയൊക്കെ ആയി മാറിയത്. അതുപോലും നിനക്കൊരു പ്രശ്നമില്ലാണ്ടായോ ഇപ്പോൾ? എൻ്റെ ബബിതേ, അവൾ വന്ന് കയറിയതിന് ശേഷം കുടുംബത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് ഈ പറയുന്നത്? നീയും അമ്മയൊക്കെ കൂടി ഒരേന്ന് കാട്ടിക്കൂട്ടി അത് ഇപ്പോൾ ഈ വഴിക്കൊക്കെ ആയി മാറി. അല്ലാതെ അവൾ എന്താടി നമ്മളോട് ചെയ്തിട്ടുള്ളത്? ഞാൻ പോലും ഒരുപാട് വട്ടം ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നിട്ടും അവൾ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? എനിക്കതൊക്കെ ഇപ്പോൾ സമാധാനമായിട്ട് ആലോചിക്കുമ്പോഴാണ് മനസ്സിലായത്. അതിനൊക്കെ അമ്മയ്ക്കുണ്ട് കുറ്റം. അമ്മ നമ്മുടെ തലയിൽ ആവശ്യമില്ലാതെ അവളെക്കുറിച്ചിട്ട് ഒരേന്ന് പറഞ്ഞ് കേൾപ്പിച്ചും. എനിക്ക് വയ്യ അതൊക്കെ ആലോചിക്കാൻ. നീ ഒന്ന് വെച്ചേ, എനിക്കൊന്ന് മനസമാധാനമായിട്ടൊന്ന് പഠിക്കണം. അപ്പോൾ നീ പറയുന്നത് വേറെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നാ? എനിക്കറിയില്ല ബബിതേ. എങ്കിലും ഒരിക്കൽ കൂടി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അലീന നമ്മൾ വിചാരിക്കുന്നത് പോലെ അലീന ഇവിടുത്തെ ഒരു സെർവൻ്റ് മാത്രമാണോ? അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സ് മാത്രമാണോ? എനിക്കങ്ങനെ വിശ്വസിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് സത്യമാണ് നീ പറഞ്ഞത്. എനിക്കും ഇപ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അവൾ ഈ വീട്ടിലൊരംഗമാണെന്നും നമ്മളുടെ ഒരു കൂടപ്പിറപ്പാണെന്നും വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കാഗ്രഹം.
നിനക്കൊക്കെ തലക്ക് പ്രാന്താടാ. നീയേ അച്ഛനൊന്ന് വിളിച്ച് ചോദിച്ചോ. പുതിയൊരു കഥ കൂടി നിനക്ക് കേൾക്കാനുള്ള സാധ്യതയുണ്ട്. നീ ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു കഥയാണ് കേൾക്കുന്നതെങ്കിൽ ഈ ബബിത ഈ ഭൂമിയിൽ ബാക്കിയുണ്ടാവില്ല. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കോ. ഞാൻ മനസ്സിൽ കരുതുന്ന പോലെ എന്തെങ്കിലും ഈ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രോഹിത്തെ, ബബിതയെ നിങ്ങളാരും നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട്, അങ്ങനെ തന്നെയാണ് രോഹിത്തിന് തോന്നുന്നത്. അവൾ പെട്ടെന്ന് വിളിക്കുന്നു, എന്തൊക്കെയോ എണ്ണി പറക്കി കോള് കട്ട് ചെയ്തു പോകുന്നു. എന്നാൽ ആ കോള് കട്ട് ചെയ്യുന്ന സമയത്ത് അവൾ പറഞ്ഞ ആ വാക്ക് രോഹിത്തിൻ്റെ മനസ്സിൽ കയറി പറ്റുകയാണ്. അപ്പോൾ രോഹിത്ത് അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഒരിക്കൽ എല്ലാവരും കൂടി പറഞ്ഞിരുന്നു അച്ഛൻ്റെ മറ്റൊരു സ്ത്രീയിലുണ്ടായ മകളാണ് അലീനയെന്നും ഞങ്ങളുടെ സഹോദരിയാണെന്നല്ല. എന്നാൽ അന്ന് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാനോ ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും ഞാനത് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ബബിതയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളോ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളോ കടന്നുകൂടിയിട്ടുണ്ട്. അവൾ മുന്നും പിന്നും ചിന്തിക്കാതെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നൊരു പെണ്ണാണ്. അച്ഛനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം. ഇപ്പം അന്ന് ബബിത ചെയ്ത അലീനയോട് ചെയ്ത കാര്യം തന്നെ ചിന്തിക്കുമ്പോൾ പേടി തോന്നുകയാണ് എന്ന് മനസ്സുകൊണ്ടിങ്ങനെ രോഹിത്ത് ചിന്തിച്ചിട്ട് ആ രാത്രി തന്നെ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രനോട് രോഹിത്ത് പറയുകയാണ്, അച്ഛാ പേടിക്കണ്ട കേട്ടോ, ഞാനിപ്പോൾ വിളിച്ചത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബബിത എന്നെ വിളിച്ചിരുന്നു. അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നും അലീനയുടെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നുമല്ല ഈ വീട്ടിൽ നടക്കുന്നതെന്നും എന്തൊക്കെയോ എനിക്ക് പരസ്പരബന്ധമില്ലാതെ അവൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു അച്ഛാ. പക്ഷേ അവൾ ആ പറഞ്ഞതിലൊന്നുമല്ല. അതിപ്പോൾ അലീന ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തുടങ്ങി എല്ലാവരും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ട് എനിക്കിപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ ബബിത കോള് കട്ട് ചെയ്യാൻ നേരത്തെ ഒരു കാര്യം കൂടി പറഞ്ഞു. അവൾ ചിന്തിക്കുന്നത് പോലെ എന്തെങ്കിലുമാണ് ഈ വീട്ടിൽ സംഭവിക്കുന്നതെങ്കിൽ അവളെ പിന്നെ ആരും നോക്കണ്ടെന്നും അങ്ങനെ എന്തൊക്കെയോ അവൾ ആ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണെന്നൊക്കെ. എനിക്കതൊക്കെ കേട്ടപ്പോൾ ഒരു ടെൻഷൻ തോന്നി. അച്ഛനോട് ഞാൻ അവളെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയാൻ വേണ്ടി വിളിച്ചതാണ്. അവളെ എന്തൊക്കെയോ കണ്ടുപിടിക്കുമെന്നോ കണ്ടുപിടിച്ചതിന് ശേഷം എന്നെ വിളിക്കാമെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും എല്ലാം അറിയാം, അവളോട് മാത്രമാണ് നമ്മളൊന്നും പറയാത്തതെന്നും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ബാലചന്ദ്രൻ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, രോഹിത്തെ, നിനക്ക് തോന്നുന്നുണ്ടോ നിങ്ങളിൽ നിന്ന് ഞാൻ എന്തൊക്കെയോ മറച്ചു വെച്ച് നടക്കുന്നുണ്ടെന്ന്? അച്ഛാ, അത് പിന്നെ പലപ്പോഴായി എനിക്കത് തോന്നിയിട്ടുണ്ട്. ആ വീട്ടിൽ എന്തൊക്കെയോ കിടന്ന് പുകയുന്നുണ്ടെന്ന്, അലീനയെ കുറിച്ചിട്ട് തന്നെ. പക്ഷേ ഇപ്പോൾ ഞാനതൊന്നും ചിന്തിക്കാറില്ല അച്ഛാ. കാരണം ഒരുപാട് ചിന്തിച്ച് കൂട്ടി വെറുതെ എന്തിനാ ടെൻഷൻ ഉണ്ടാക്കുന്നത്? പിന്നെ ഇപ്പോൾ അച്ഛൻ്റെ മകളാണ് അലീന എന്ന് ആദ്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ എനിക്ക് അതൊന്നും അത്ര ടെൻഷനായിട്ടൊന്നും തോന്നുന്നില്ല. അതെന്താ രോഹിത്തെ നീ അങ്ങനെ പറഞ്ഞത്? അച്ഛൻ്റെ മകളാണ് ഇപ്പോൾ അലീന എങ്കിലും ഞാനത് സ്വീകരിക്കാനും അംഗീകരിക്കാനും ഞാൻ തയ്യാറാണ് അച്ഛാ. കാരണം അങ്ങനെ ഒരു സഹോദരി കിട്ടുന്നത് ഏതൊരു സഹോദരനും ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എന്തായാലും അച്ഛൻ കോള് കട്ട് ചെയ്തോളൂ, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്ത് കോള് കട്ട് ചെയ്യാൻ സമയത്ത് ബാലചന്ദ്രൻ രോഹിത്തിനോട് പറയുന്നുണ്ട്, നീ എന്നാ ഇനി വെക്കേഷന് ഇങ്ങോട്ട് വരുന്നത്? അച്ഛാ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരും. ഒരു നെക്സ്റ്റ് മന്തൊക്കെ ആകുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് വരും. ലീവ് കിട്ടും. പക്ഷേ വരണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ വന്നിട്ട് എന്തിനാ അച്ഛാ? ആ വീട്ടിൽ ആ റൂമിലൊക്കെ തന്നെ ഇരിക്കാനല്ലേ? പുറത്തേക്ക് പോവാനോ പഴയ ഫ്രണ്ട്സ് അങ്ങനെ ഒരു കൂട്ടുകെട്ടൊന്നും ഇപ്പോൾ എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ വരണമെന്നൊന്നും തോന്നുന്നില്ല. പിന്നെ അച്ഛൻ പറയുകയാണെങ്കിൽ ഞാൻ വരാം എന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ രോഹിത്തിനോട് പറയുന്നുണ്ട്, എന്തായാലും വരണം രോഹിത്തെ, എനിക്ക് നിന്നോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ അതറിയാനും അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണെന്നും അതെല്ലാം അറിഞ്ഞിരിക്കേണ്ട പക്വത ഇപ്പോൾ നിനക്കുണ്ടെന്നും നിൻ്റെ ഈ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്. ശരി അച്ഛാ, ഞാൻ വരാം.
അച്ഛനെ കാണാനും സംസാരിക്കാനും തന്നെയായിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തും കോൾ കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ബബിതയുടെ സംശയങ്ങളെല്ലാം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അലീനയും അമ്മയും അച്ഛനുമൊക്കെ തമ്മിൽ എന്താണ് ബന്ധമെന്ന് താൻ കണ്ടുപിടിച്ച് പറ്റുള്ളൂ. തന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല, താൻ തന്നെ അതിനിറങ്ങിത്തിരിക്കണമെന്ന് ബബിതയും മനസ്സിൽ കണക്ക് കൂട്ടുകയാണ്. ഇതേ സമയം വൈജയന്തി ചിന്തിക്കുന്നുണ്ട്, തനിക്ക് ഉടനെ തന്നെ അലീനയെ കാണണം. മറ്റുള്ളവർ എത്രയൊക്കെ തടഞ്ഞാലും അലീനയെ കാണുക തന്നെ ചെയ്യും. ഇതിൻ്റെ ബാക്കി വീഡിയോ ഉടൻ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.